2024 കേരള നിയമസഭയെ സംബന്ധിച്ച് സംഭവബഹുലമായിരുന്നു. 2024 ആകെ 38 ദിവസമാണ് കേരള നിയമസഭ സമ്മേളിച്ചത്. പതിനഞ്ചാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ജനുവരി 25-ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്തു. Honorable Speaker, Chief Minister, Ministers, Leader of the Opposition and members, it is my honor and privilege to address this august body of representatives of the people of Kerala, marking the beginning of the 10th session of the 15th Kerala Legislative Assembly. 75ാം റിപ്പബ്ലിക് ദിനം കേരള നിയമസഭ വിപുലമായി ആഘോഷിച്ചു. ജനുവരി 26-ന് നിയമസഭാ സമുച്ചയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ സ്പീക്കർ AN ഷംസീർ സല്യൂട്ട് സ്വീകരിച്ചു. രക്തസാക്ഷി ദിനമായ ജനുവരി 30-ന് സ്പീക്കർ AN ഷംസീർ മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. 10ാം സമ്മേളനത്തിന്റെ 7ാം ദിവസമായ ഫെബ്രുവരി 5-ന് 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചു. 2024-25 ബജറ്റ് ഞാൻ അവതരിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സൺറൈസ് സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറെ പ്രസക്തമായ നിരീക്ഷണം പങ്കുവച്ചുകൊണ്ടാണ് 2024-25 ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നു. കേരള നിയമസഭയുടെ പാർലമെന്ററി പഠന വിഭാഗമായ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡി സെന്റർ കേലാംസ് വിവിധ സ്ഥാപനങ്ങളിലെ ജേർണലിസം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് ദ്വിദിന പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിനും കാര്യക്ഷമമായ തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമായി നിയമസഭാ സമുച്ചയത്തിൽ മെന്റൽ ഹെൽത്ത് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 14-ന് സ്പീക്കറുടെ സാന്നിധ്യത്തിൽ ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ്. ആദരണീയനായ സ്പീക്കറുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. കാരണം പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒന്നാണ് മെൻ്റൽ ഹെൽത്ത്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തവുമാണ്. മെൻ്റൽ ഹെൽത്ത് വളരെ പ്രധാനമാണ്. ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിനകത്ത് ഏതാണ്ട് 2000-ഓളം ആളുകളുണ്ട്. അവരിൽ പലരും യൂണിയനുകൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് അവർ ആവശ്യപ്പെട്ടതാണ്. ഞങ്ങൾക്കിങ്ങനെ ഒരു സംവിധാനം ആവശ്യമാണ്. 15ാം കേരള നിയമസഭയുടെ ആകെ 11 ദിവസങ്ങളിലായി ചേർന്ന 10ാം സമ്മേളനം ഫെബ്രുവരി 15-ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കേരള ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഭേദഗതി ബിൽ, കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ, കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ, കേരള അപ്രോപ്രിയേഷൻ ബിൽ, കേരള അപ്രോപ്രിയേഷൻ വോട്ട് ഓൺ അക്കൗണ്ട് ബിൽ എന്നീ ബില്ലുകൾ 10ാം സമ്മേളനത്തിൽ പാസാക്കി. 2023-ലെ മാധ്യമ അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാര വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം മാർച്ച് 20-ന് ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് സ്പീക്കർ നിർവഹിച്ചു. ഗ്ലോബൽ ഫ്രീഡം ഓഫ് പ്രസിൻ്റെ ഇൻഡെക്സ് വന്നപ്പോൾ ലോകത്തെ 181 രാജ്യങ്ങളിൽ 161ാം സ്ഥാനമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ കേരളം എടുക്കുമ്പം മാധ്യമ സ്വാതന്ത്ര്യം ഇത്രയധികമുള്ള മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ 134ാം ജയന്തിയിൽ നിയമസഭാംഗണത്തിലെ അംബേദ്കർ പ്രതിമയിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുഷ്പാർച്ചന നടത്തി. ഏപ്രിൽ 27-ന് നിയമസഭാ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി നിയമസഭാംഗണത്തിലെ ദേശീയ നേതാക്കളുടെ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. പുതിയ നിയമസഭാ സെക്രട്ടറിയായി ഡോക്ടർ N കൃഷ്ണകുമാർ ജൂൺ 7-ന് ചുമതലയേറ്റു. പതിനഞ്ചാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ജൂൺ 10-ന് ആരംഭിച്ചു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ജൂൺ 10-ന് ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായ സരസ്വതി സമ്മാൻ നേടിയ കവി പ്രഭാവർമ്മയെ
നിയമസഭ അനുമോദിച്ചു. സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച ശ്രീ പ്രഭാവർമ്മയ്ക്ക് സഭയുടെ അനുമോദനം. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായ സരസ്വതി സമ്മാൻ വീണ്ടും ഒരിക്കൽ കൂടി മലയാളത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാഹിത്യ കൃതിക്കുള്ള ഈ പുരസ്കാരം കവി പ്രഭാവർമ്മയാണ് നമ്മുടെ കേരളത്തിലേക്കും മലയാള ഭാഷയിലേക്കും എത്തിച്ചത്. രൗദ്ര സ്വാത്വികം എന്ന കൃതിക്ക് ലഭിച്ച ഈ അംഗീകാരത്തിലൂടെ കവി പ്രഭാവർമ്മയ്ക്കൊപ്പം നമ്മുടെ നാടും ഭാഷയും കൂടിയാണ് ആദരിക്കപ്പെടുന്നത്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗമായ ഷാഫി പറമ്പിൽ വടകര ലോകസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ജൂൺ 12-ന് നിയമസഭാംഗത്വം രാജിവെച്ചു. ജൂലൈ 1-ന് ചേർന്ന സഭാസമ്മേളനത്തിൽ 2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം അംഗങ്ങളെ സഭ അനുമോദിച്ചു. ഈ വിജയം നമ്മുടെ തലമുറയ്ക്ക് പ്രചോദനം നൽകുകയും രാജ്യത്തിൻ്റെ കായിക മേഖലയ്ക്ക് ഊർജ്ജം പകരുകയും ചെയ്യും. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ യുവ കളിക്കാരെയും പരിചയസമ്പന്നരായ കളിക്കാരെയും അണിനിരത്തി മെനഞ്ഞെടുത്ത ടീമിൽ മലയാളിയായ സഞ്ജു സാംസന്റെ സാന്നിധ്യം കേരളത്തിന് അഭിമാനം പകരുന്നതാണ്. ആകെ 19 ദിവസങ്ങൾ ചേർന്ന 11ാം സമ്മേളനം ജൂലൈ 11-ന് അവസാനിച്ചു. 2024-ലെ കേരള ഫിനാൻസ് ബിൽ, കേരള മുനിസിപ്പാലിറ്റി 2ാം ഭേദഗതി ബിൽ, കേരള പഞ്ചായത്ത് രാജ് 2ാം ഭേദഗതി ബിൽ, കേരള റവന്യൂ റിക്കവറി ബിൽ, കേരള അപ്രോപ്രിയേഷൻ ബിൽ എന്നിവ 11ാം സമ്മേളന കാലയളവിൽ സഭ പാസാക്കി. 67 വർഷത്തിനിടെ ചട്ടം 50 പ്രകാരമുള്ള ഏറ്റവും കൂടുതൽ ഉപക്ഷേപങ്ങൾ സഭ ചർച്ച ചെയ്തത് കഴിഞ്ഞ 3 വർഷത്തിനിടെയാണെന്ന റെക്കോർഡും 12ാം സമ്മേളനത്തിൽ കേരള നിയമസഭ സ്വന്തമാക്കി. ജൂൺ 14-15 ദിവസങ്ങളിൽ ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിന് നിയമസഭാ മന്ദിരം വേദിയായി. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളും ഒഴിവാക്കിയാണ് ലോക കേരള സഭ സമ്മേളനം നടന്നത്. കുവൈത്ത് അഗ്നിബാധയിൽ ജീവൻ നഷ്ടമായ നമ്മുടെ സഹോദരങ്ങളുടെ വേർപാടിൽ ലോക കേരള സഭയുടെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗവും പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായിരുന്ന കെ രാധാകൃഷ്ണൻ ലോകസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ജൂൺ 18-ന് നിയമസഭാംഗത്വം രാജിവെച്ചു. പട്ടികവർഗ വിഭാഗക്കാർ താമസിക്കുന്ന മേഖലകളെ കുറിക്കാൻ ഉപയോഗിക്കുന്ന കോളനി, സങ്കേതം, ഊര് എന്നീ വാക്കുകൾക്ക് പകരം നഗർ, ഉന്നതി, പ്രകൃതി എന്നീ പദങ്ങൾ ഉപയോഗിക്കുവാനുള്ള ചരിത്രപരമായ തീരുമാനം നടപ്പിലാക്കിയതിന് ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജി. ഈ 15ാം കേരള സഭയിലെ 11ാമത്തെ സമ്മേളനമാണ് നടക്കുന്നത്. അതിൽ 3-ാം ദിവസമാണിന്ന്. ഈ സഭാസമ്മേളനത്തോടുകൂടി ഈ 15ാം കേരള നിയമസഭയിൽ നിന്നും ഞാൻ വിടവാങ്ങുകയാണ്. ആഗസ്റ്റ് 15-ന് രാജ്യത്തിൻ്റെ 78ാം സ്വാതന്ത്ര്യദിനം കേരള നിയമസഭ വിപുലമായി ആഘോഷിച്ചു. സ്പീക്കർ AN ഷംസീർ നിയമസഭയിലും ഔദ്യോഗിക വസതിയിലും ദേശീയ പതാക ഉയർത്തി. നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ MLA ഹോസ്റ്റലിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഒക്ടോബർ 2-ന് 155ാം ഗാന്ധി ജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് കേരള നിയമസഭ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. നിയമസഭാംഗണത്തിലെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുഷ്പാർച്ചന നടത്തി. പതിനഞ്ചാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം ഒക്ടോബർ 4-ന് ആരംഭിച്ചു. ജൂലൈ 30-ന് വയനാട്, ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലും കോഴിക്കോട്, വിലങ്ങാട് പ്രദേശത്തും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് 12ാം സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം സഭ പിരിഞ്ഞു. 2024 ജൂലൈ 30-ന് വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം എന്നീ പ്രദേശങ്ങളിലാണ് അർദ്ധരാത്രി കഴിഞ്ഞുള്ള സമയത്ത് ഉരുൾപൊട്ടലുണ്ടായത്. 403 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണിത്. അതേ ദിവസം തന്നെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്ടും ഉരുൾപൊട്ടുകയുണ്ടായി. ഒരു ജീവൻ പൊലിയുകയും നിരവധി വീടുകൾ ഒലിച്ചു പോവുകയും അതിലേറെ വീടുകൾക്ക് കേടുപാടുകളും സംഭവിക്കുകയും വ്യാപകമായ കൃഷിനാശം ഉണ്ടാവുകയും ചെയ്തു. ഇത്രയും മനുഷ്യജീവനുകൾ കവർന്ന മറ്റൊരു ദുരന്തത്തെ കേരളത്തിന് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. ആകെ 8 ദിവസങ്ങളിൽ സമ്മേളിച്ച സഭ ഒക്ടോബർ 15-ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു.
ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും 2024 വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് സർക്കാർ അവതരിപ്പിച്ച പ്രമേയങ്ങളും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രമേയവും സഭ ഏകകണ്ഠമായി പാസാക്കി. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി ഭേദഗതി ബിൽ 2023, കേരള ബൊവൈൻ ബ്രീഡിംഗ് ബിൽ 2023, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഭേദഗതി ബിൽ 2024, 2024 പ്രവാസി കേരളീയരുടെ ക്ഷേമ ഭേദഗതി ബിൽ, കേരള റിപ്പീലിംഗ് ആൻഡ് സേവിംഗ് ബിൽ, കേരള ടാക്സേഷൻ ലോവ്സ് ഭേദഗതി ബിൽ, ദി കേരള ഇൻഡസ്ട്രിയൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് ഏരിയ ഡെവലപ്മെന്റ് അമെൻമെന്റ് ബിൽ, ദി കേരള മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആൻഡ് അതർ എന്റർപ്രൈസസ് ഫെസിലിറ്റേഷൻ അമെൻമെന്റ് ബിൽ, ദി കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ അമെൻമെന്റ് ബിൽ എന്നിവ 12ാം സമ്മേളനത്തിൽ സഭ പാസാക്കിയ ബില്ലുകളാണ്. ഒക്ടോബർ 9 സഭാ ടിവിയുടെ പുതിയ ചാനലായ സഭാ ടിവി എക്സ്ക്ലൂസീവിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡി സെന്ററിന്റെ പുതിയ അഡ്വാൻസ്ഡ് കോഴ്സായ PG ഡിപ്ലോമ ഇൻ പാർലമെന്ററി സ്റ്റഡീസ് ബേസിക് സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവ സംബന്ധിച്ച പ്രഖ്യാപനവും സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. അന്നുതന്നെ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിന്റെ നിയമസഭാ അംഗത്വത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സഭാ TV നിർമ്മിച്ച ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ചരിത്രം പിറന്ന കൈകൾ എന്ന ഡോക്യുമെന്ററി സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം സംബന്ധിച്ച സമിതിയുടെ ചെയർപേഴ്സൺ U പ്രതിഭ MLA പ്രകാശനം ചെയ്തു. നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ഔദ്യോഗിക ഭാഷാ വകുപ്പ് തല സമിതിയുടെയും ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഭരണഭാഷാ വാരാഘോഷത്തിന്റെ ആദ്യ ദിനമായ നവംബർ 1 നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ ജീവനക്കാർക്ക് ഭരണഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മലയാള ദിനാഘോഷത്തിന്റെയും ഭരണഭാഷാ വാരാഘോഷത്തിന്റെയും ഭാഗമായി നവംബർ 1 മുതൽ 7 വരെ നിയമസഭാ ലൈബ്രറി സംഘടിപ്പിച്ച പുസ്തക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ നിർവഹിച്ചു. ഭരണഭാഷാ വാരാഘോഷത്തിന്റെ സമാപന ദിവസമായ നവംബർ 7 ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് 2023 ഭരണഭാഷാ സേവന സാഹിത്യ പുരസ്കാരങ്ങൾ, 2024 വായനാക്കുറിപ്പ് മത്സരവിജയികൾക്കുള്ള സമ്മാനങ്ങൾ എന്നിവ വിതരണം ചെയ്തു. നവംബർ 3 മുതൽ 8 വരെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ വച്ച് നടന്ന കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ 67ാമത് സമ്മേളനത്തിൽ കേരള നിയമസഭയെ പ്രതിനിധീകരിച്ച സ്പീക്കർ AN ഷംസീർ പങ്കെടുത്തു. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ ചരമദിനമായ നവംബർ 9 നിയമസഭാ മന്ദിരത്തിലെ KR നാരായണൻ പ്രതിമയ്ക്ക് മുന്നിൽ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ പുഷ്പാർച്ചന നടത്തി. നവംബർ 14 ജവഹർലാൽ നെഹ്റുവിന്റെ 135ാം ജന്മവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി നവംബർ 26 നിയമസഭാ ജീവനക്കാർക്ക് സ്പീക്കർ AN ഷംസീർ ഭരണഘടനയുടെ ആമുഖം ചൊല്ലിക്കൊടുത്തു. ഭരണഘടനാ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നവംബർ 26 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ നിയമസഭാ ലൈബ്രറി സംഘടിപ്പിച്ച പുസ്തക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. 2024 മാധ്യമ അവാർഡുകളുടെ വിതരണവും കേലാംസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് 10ാമത് ബാച്ചിന്റെ റാങ്ക് ജേതാക്കൾക്കും വിജയികൾക്കുമുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ഡിസംബർ 4 സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. ഡിസംബർ 10 കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിന് മുന്നോടിയായി തിരുവനന്തപുരം ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥിനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മാതൃകാ നിയമസഭ സംഘടിപ്പിച്ചു. ഡിസംബർ 11 നിയമസഭാ പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിന്റെ പ്രചരണ വാഹനം സ്പീക്കർ AN ഷംസീർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡിസംബർ 11 നിയമസഭാ പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിന്റെ തീം സോങ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ റിലീസ് ചെയ്തു. ഡിസംബർ 12 KLIBF 3ാം പതിപ്പിന്റെ മീഡിയ സെൽ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. മയ്യയുടെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ M മുകുന്ദനാണ് 3ാമത് നിയമസഭാ പുരസ്കാരം തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള
അനവധി അതിഥികളും കേരള നിയമസഭയിൽ എത്തി. മുൻ അംഗങ്ങളിൽ ചിലർ ഈ വർഷം നമ്മെ വിട്ടുപിരിഞ്ഞു. 2024 വിട പറയുമ്പോൾ നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ 3ാം പതിപ്പിൻ്റെ ഒരുക്കങ്ങളിലാണ് കേരള നിയമസഭ. ജനുവരി 7 മുതൽ 13 വരെ നടക്കുന്ന പുസ്തകോത്സവം തന്നെയാണ് കേരള നിയമസഭ ജനങ്ങൾക്ക് നൽകുന്ന പുതുവത്സര സമ്മാനം. പുസ്തകോത്സവത്തിന് ഏവരെയും സാദരം ക്ഷണിച്ചുകൊണ്ട് കേരള നിയമസഭയുടെ പുതുവത്സരാശംസകൾ.